ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട 3 ചാപ്റ്ററുകളാണ് നോക്കുന്നത്. അതിൽ പ്രധാന പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. ആദ്യം നോക്കുന്നത് ഋതുക്കളും ഋതുഭേദങ്ങളും എന്ന ചാപ്റ്ററാണ്. ഇതിലാദ്യം പരിക്രമണം എന്താണ് എന്ന് പറയുന്നുണ്ട്. ഭൂമി സൂര്യനെ തൻ്റെ സഞ്ചാരപഥത്തിൽ വലം വെക്കുന്നതാണ് പരിക്രമണം എന്ന് നമുക്കറിയാം. പിന്നെ പ്രധാനപ്പെട്ട 2 പോയിന്റ്സ് ആണ് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും എത്രയാണ് ചരിവ്? 66.5 ഡിഗ്രിയാണ്. പരിക്രമണ തലത്തിൽ നിന്നാണെങ്കിൽ 66.5 ഡിഗ്രിയും ലംബതലത്തിൽ നിന്നുള്ള ചരിവാണെങ്കിൽ 23.5 ഡിഗ്രിയുമാണ്. ലംബതലത്തിൽ നിന്ന് 23.5 ഡിഗ്രിയാണ്. ഈ ഒരു ചരിവ് ഭൂമി പരിക്രമണ വേളയിൽ ഉടനീളം അങ്ങനെ നിലനിർത്തും. അങ്ങനെ നിലനിർത്തുന്നതിനെ അച്ചുതണ്ടിന് സമാന്തരത എന്നാണ് വിളിക്കുന്നത്. പാരലലിസം ഓഫ് ആക്സിസ് എന്നാണ് വിളിക്കുന്നത്. ഇനി നോക്കുന്നത് പെരിഹീലിയൻ എന്താണ്, അബ്ഹീലിയൻ എന്താണ് എന്നാണ്. പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനവുമുണ്ട്, അകന്നു പോകുന്ന ദിനവുമുണ്ട്. അതിൽ അടുത്ത് വരുന്ന ദിനത്തെ വിളിക്കുന്നത് സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നാണ്. അകന്നു പോകുന്ന ദിവസത്തെ വിളിക്കുന്നത് സൂര്യവിദൂര ദിനം അല്ലെങ്കിൽ അബ്ഹീലിയൻ എന്നാണ്. അടുത്തു വരുന്ന ദിവസം പെരിഹീലിയന്, അകന്നു പോകുന്ന ദിവസം അബ്ഹീലിയന്. ചിത്രത്തിൽ നോക്കുമ്പോഴറിയാം സൂര്യ സമീപദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ സംഭവിക്കുന്നത് ജനുവരി 3-നും അബ്ഹീലിയൻ സംഭവിക്കുന്നത് ജൂലൈ 4-നുമാണ്. സൂര്യൻ്റെ അയനമാണ് ഭൂമിയിലെ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ആ ചിത്രം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പരിക്രമണ കാലത്തിൽ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിലെ 4 സ്ഥാനങ്ങളാണ് ചിത്രത്തിൽ ഉള്ളത്. സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. വർഷത്തിൻ്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത്. സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നിടങ്ങളിൽ ചൂട് പൊതുവെ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അതുപോലെ ചരിഞ്ഞ് പതിക്കുന്നിടത്താണെങ്കിൽ എങ്ങനെയാണ്? ചൂട് കുറവുമായിരിക്കും. സൂര്യൻ്റെ അയനം മൂലം വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായിട്ട് ആവർത്തിക്കുന്നു. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളെ എന്താണ്? സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഏതൊക്കെ ദിനങ്ങളെയാ? മാർച്ച് 21, അതുപോലെ സെപ്റ്റംബർ 23. ഇത് രണ്ടുമാണ് വിഷുവങ്ങൾ. മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. മാർച്ച് 21 മുതൽ സൂര്യൻ എന്താണ്? സൂര്യൻ്റെ സ്ഥാനം മാറി മാറി എങ്ങോട്ട് പോകുന്നു? വടക്കോട്ട് പോയിട്ട് ജൂൺ 21 സൂര്യന് ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം, സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നു. ഏത് ദിനത്തെയാണ്? ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിലെ കാര്യമാണ് പറയുന്നത്. ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ, അതുപോലെ ഏറ്റവും ഹ്രസ്വമായ രാത്രി അനുഭവപ്പെടുന്നത് ജൂൺ 21. ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്ന് തെക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23 ആകുമ്പോൾ വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്ന് എന്താണ്? തെക്കോട്ട് അയനം ആരംഭിക്കുന്നു സൂര്യന്. അങ്ങനെ സെപ്റ്റംബർ 23 വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം, സമ്മർ സീസൺ അനുഭവപ്പെടുന്നത്. ഇനി സെപ്റ്റംബർ 23 മുതൽ മധ്യരേഖയിൽ നിന്നും തെക്കോട്ട് തന്നെ എന്താണ്? അയനം തുടരുന്ന സൂര്യന് ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തും.
ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നത് ഡിസംബർ 22-നാണ്. ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നത് ഏത് ദിവസമായിരുന്നു? ജൂൺ 21-നായിരുന്നില്ലേ? ഇതിപ്പോൾ എന്താണ് പറയുന്നത്? ദക്ഷിണായന രേഖയ്ക്ക് താഴോട്ട് തെക്കോട്ട് വന്നിട്ട് ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. അത് ഡിസംബർ 22-നാണ്. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്ത ദിനം എന്നാണ് വിളിക്കുന്നത്. വിന്റർ സോൾസ്റ്റൈസ് എന്നാണ് വിളിക്കുന്നത്. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ വിളിക്കുന്നത് ശൈത്യ അയനാന്ത ദിനം, വിന്റർ സോൾസ്റ്റൈസ് എന്നാണ്. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും അതുപോലെ ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഡിസംബർ 22-ന് ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയായിരിക്കും? ഹ്രസ്വമായ പകലും അതുപോലെ ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയുമായിരിക്കും അനുഭവപ്പെടുക. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമായിരിക്കും, ഓട്ടം സീസൺ ആയിരിക്കും. ഉത്തരാർദ്ധഗോളത്തിലെ കാര്യമാണ് പറയുന്നത്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ എങ്ങനെയായിരിക്കും? ഹേമന്തകാലമായിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ സമ്മർ സീസൺ ആണ് പറയുന്നത്. ഇനി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ എന്താണ്? ഹേമന്തകാലമായിരിക്കും. വേനൽക്കാലത്തിൻ്റെ തീഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് എന്ത്? ഹേമന്തകാലം എന്ന് പറയുന്നത്. വേനൽക്കാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലോട്ടുള്ള മാറ്റത്തിൻ്റെ ഇടയിലുള്ളതാണ് എന്ത്? ഹേമന്തകാലം അല്ലേ? ഈ കാലയളവിൽ അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായിട്ട് കുറയുന്നു. ശൈത്യകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പല്ലേ? അപ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് എന്താണ്? ഗണ്യമായിട്ട് കുറയുന്നു. പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞിട്ട് വരികയും അതുപോലെ രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യും. മരങ്ങൾ പൊതുവെ ഇല പൊഴിക്കുന്ന കാലമാണ് എന്ത്? ഹേമന്തകാലം എന്ന് പറയുന്നത്. വരാനിരിക്കുന്ന വരണ്ട ശൈത്യകാലത്തെ അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പാണ് മരങ്ങളുടെ ഈ ഇല പൊഴിക്കൽ എന്ന് പറയുന്നത്. ഡിസംബർ 22-ന് ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യന് മാർച്ച് 21-ന് വീണ്ടും എവിടെ എത്തും? മധ്യരേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഈ കാലയളവ് എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലമായിരിക്കും, വിന്റർ സീസൺ ആയിരിക്കും. അപ്പം അതിൻ്റെ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു പട്ടികയാക്കി കൊടുത്തിരിക്കുകയാണ്. എന്താണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യൻ എങ്ങനെയാണ്? വടക്കോട്ടാണ് അയനം. അപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണ് സൂര്യൻ അയനം ചെയ്യുന്നത്. ഋതുക്കൾ എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ അപ്പോഴെന്തായിരിക്കും? വസന്തകാലമായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് കാലമായിരിക്കും? ഹേമന്തകാലമായിരിക്കും. വസന്തത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹേമന്തമാണ്, അത് ഓർക്കണം. ഇനി ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ എങ്ങനെയാണ്? സൂര്യന് ഉത്തരായന രേഖയിൽ നിന്ന് പിന്നെയും തെക്കോട്ട് സഞ്ചരിക്കുകയാണ്, ഭൂമധ്യരേഖയിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ്? ഗ്രീഷ്മമാണെന്ന് പറഞ്ഞില്ലേ? ഗ്രീഷ്മമാണ് ഉണ്ടാവുക. അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യമായിരിക്കും, ശൈത്യകാലമായിരിക്കും ഉണ്ടാവുക. ഇനി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ വീണ്ടും തെക്കോട്ട് തന്നെയാണ് അയനം അല്ലേ? ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖ വരെ എത്തണം. ദക്ഷിണായന രേഖയിലേക്ക് ഉള്ള അയനമാണ്. അന്നേരം എങ്ങനെയാണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലവും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവുമായിരിക്കും. ഇനി ഡിസംബർ 22 മുതൽ പിന്നെയും വടക്കോട്ട് സഞ്ചരിക്കുകയാണ്, വടക്കോട്ട് സൂര്യൻ അയനം ചെയ്യുകയാണ്. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ എന്തായിരിക്കും? ദക്ഷിണായന രേഖയിൽ നിന്ന് എന്താണ്? ഭൂമധ്യരേഖയിലേക്കാണ് അയനം ചെയ്യുക. ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ അപ്പോൾ ഗ്രീഷ്മകാലവുമായിരിക്കും. ഇനി നമുക്ക് ഇന്ത്യയിലെ കാര്യമെടുക്കാം. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ ഏതൊക്കെയാണ്? പൊതുവെ ഋതുക്കളെ എങ്ങനെയാണ്? 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. വസന്തകാലം, ഹേമന്തകാലം, ഗ്രീഷ്മകാലം, ശൈത്യകാലം, അങ്ങനെ 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ അന്തരീക്ഷസ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി 6 വ്യത്യസ്ത ഋതുക്കളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം, അങ്ങനെ 6 ഋതുക്കളാണുള്ളത്. വസന്തകാലം എന്ന് വെച്ചാൽ എന്താണ്? വസന്തകാലം ഏത് മാസങ്ങളിലായിരിക്കും? മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും. ഇന്ത്യയിൽ വസന്തകാലം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും.
അതിനുശേഷം ഗ്രീഷ്മകാലമായിരിക്കും. മെയ് ജൂൺ മാസങ്ങളിൽ ഗ്രീഷ്മകാലമായിരിക്കും. വർഷകാലം എന്നാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും. ശരത്കാലം, വർഷകാലം കഴിഞ്ഞാൽ പിന്നെ ശരത്കാലമാണ്. ശരത്കാലം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും. അതിനുശേഷം ശരത്കാലം കഴിഞ്ഞാൽ ഹേമന്തകാലമായിരിക്കും. ഹേമന്തകാലം നവംബർ ഡിസംബർ മാസങ്ങളിലും. അതിനുശേഷം ശിശിരകാലമായിരിക്കും. ശിശിരകാലം എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുമായിരിക്കും. അപ്പം ശിശിരകാലം എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുമായിരിക്കും ഈ ഒരു രീതി. അതിനുശേഷം ശിശിരകാലം കഴിഞ്ഞാൽ പിന്നെ വസന്തകാലം, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. അങ്ങനെ ചാക്രികമായിട്ട് ഈ ഋതുക്കൾ ഇന്ത്യയിലുണ്ടാവും. സൂര്യൻ്റെ അയനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സൂര്യൻ്റെ അയനവും അതിനനുസൃതമായിട്ട് 2 ഗോളങ്ങളിൽ, ഉത്തരാർദ്ധ ഗോളത്തിലും അതുപോലെ ദക്ഷിണാർദ്ധ ഗോളങ്ങളിലുമുള്ള ഋതുക്കളുടെ ആവർത്തന ക്രമവും നമ്മൾ മനസ്സിലാക്കി. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുകയും ചെയ്യും. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള ഈ സൂര്യൻ്റെ ഈ ഒരു അയനത്തിന് പറയുന്ന പേരാണ് ഉത്തരായനം എന്ന്. ഉത്തരായനം എന്നാൽ എന്താണ്? ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് ഉള്ള സൂര്യൻ്റെ അയനത്തെയാണ് എന്ത്? ഉത്തരായനം എന്ന് വിളിക്കുന്നത്. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധ ഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ക്രമേണ കൂടി വരുന്നു. ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുകയും ചെയ്യുന്നു. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ എന്താണ്? ദക്ഷിണായനം എന്നും വിളിക്കുന്നു. ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. ഉത്തരായനം എന്നാൽ എന്താണ്? ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിൽ മേളിലോട്ടാണ്. ഇനി ദക്ഷിണായനം എന്ന് വെച്ചാൽ എന്താണ്? താഴോട്ടാണ് വരുന്നത്, തെക്കോട്ടാണ് വരുന്നത്. എന്താണ്? ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനമാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിൽ ആയതുകൊണ്ട് ഈ കാലയളവിൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് പകലായിരിക്കും. ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം എങ്ങനെയായിരിക്കും? പകലായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം എന്ന് പറയുന്നത് സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലായതുകൊണ്ട് തന്നെ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് രാത്രിയുമായിരിക്കും. എങ്ങനെയാണ് സമയനിർണ്ണയം നടത്തുന്നത്? ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഭൂമി എങ്ങനെയാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുന്നു. ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതുകൊണ്ട് സൂര്യോദയം കിഴക്ക് നിന്നായിരിക്കും. ഭൂമിയുടെ കോണളവ് മൊത്തത്തിൽ 360 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. ഓരോ ഡിഗ്രി കോണളവിലും ഓരോ രേഖാംശം വീതം വരയ്ക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര വരകൾ കിട്ടും? 360 രേഖാംശ രേഖകൾ ലഭിക്കും. 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണ്. 24 മണിക്കൂറാണല്ലോ ഒന്ന് തിരിയാനായിട്ട് വേണ്ടത്. അപ്പം ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂറാണ് വേണ്ടത്. മിനിറ്റിലേക്ക് അത് പറയുകയാണെങ്കിൽ 1440 മിനിറ്റ് എന്ന് പറയാം. ഭൂമി ഒന്ന് ഭ്രമണം ചെയ്യാൻ 1440 മിനിറ്റാണ് വേണ്ടത്. 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം അന്നേരം എത്രയായിരിക്കും? ഈ മിനിറ്റിനെ 360 കൊണ്ട് 360 രേഖാംശ രേഖകളാണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എത്രയാ വരിക? 4 മിനിറ്റാണ്. 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാനാണ് 4 മിനിറ്റ് വേണ്ടത്. അങ്ങനെയെങ്കിൽ 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ എത്രയാകും വരിക? 1 മണിക്കൂർ സമയവ്യത്യാസമായിരിക്കും വരിക. എങ്ങനെയാണ് ലഭിക്കുന്നത്? 1 ഡിഗ്രി എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. 15 ഡിഗ്രി കണ്ടുപിടിക്കാൻ 15 × 4 60 മിനിറ്റ് എന്ന് കിട്ടും. 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയവ്യത്യാസമാണ് ഉണ്ടാകുക എന്ന് ഓർത്തിരിക്കുക. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ രേഖാ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ രേഖാ പ്രദേശം സൂര്യന് മുന്നിലൂടെ കടന്നു പോകും. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, സമയം കാണിച്ചിട്ടുണ്ട്, നോക്കിക്കോണം.
ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആയതുകൊണ്ട് സമയ കൂടുതൽ രേഖപ്പെടുത്തുന്നത് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് പടിഞ്ഞാറോട്ടുമായിരിക്കും. അത് ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത രേഖാംശത്തിൽ നിന്നും കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശത്തിനും സമയം 4 മിനിറ്റ് കൂടിയും പടിഞ്ഞാറോട്ട് എങ്ങനെയാണ് 4 മിനിറ്റ് കുറഞ്ഞും വരുന്നു. 0 ഡിഗ്രി രേഖാംശ രേഖയെ വിളിക്കുന്നത് ഗ്രീനിച്ച് രേഖ എന്നാണ്. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്നതുകൊണ്ടാണ് ഈ രേഖ ഇങ്ങനെ അറിയപ്പെടുന്നത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് സമയം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖ പ്രൈം മെറീഡിയൻ എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നത് ഗ്രീനിച്ച് രേഖയെയാണ്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായി ലോകത്തെ തിരിച്ചിട്ടുണ്ട്. ഇവ സമയ മേഖലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് സമയം നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? ഗ്രീനിച്ച്, ഇന്ത്യ എന്നീ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി അല്ലെങ്കിൽ 82 ഡിഗ്രി 30 മിനിറ്റ് എന്നുള്ളതാണ്. 15 ഡിഗ്രി രേഖാംശത്തിൻ്റെ സമയവ്യത്യാസം എത്രയാണ്? 1 മണിക്കൂറല്ലേ? അപ്പോൾ 82.5 ഡിഗ്രി രേഖാംശത്തിലെ സമയവ്യത്യാസം എത്രയായിരിക്കും? ഇതിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5.5 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ 30 മിനിറ്റ് എന്നാണ് കിട്ടുന്നത്. അപ്പം ഗ്രീനിച്ച് ഇന്ത്യയും തമ്മിലുള്ള സമയവ്യത്യാസം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ 30 മിനിറ്റ് ആണ്. ഗ്രീനിച്ചിൻ്റെ കിഴക്കായിട്ട് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത്. ഗ്രീനിച്ചിൻ്റെ കിഴക്കായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. കിഴക്കാട്ടായതുകൊണ്ട് എന്താണ്? ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സമയം അപ്പോൾ എങ്ങനെ നമുക്ക് കണക്കാക്കാം? ഗ്രീനിച്ച് സമയത്തിൻ്റെ കൂടെ 5.5 മണിക്കൂർ കൂട്ടിയാൽ മതി. അപ്പോൾ ഗ്രീനിച്ച് സമയം 12 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ എത്രയായിരിക്കും? 5.5 മണിയായിരിക്കും. ഇനി ഒരു പ്രോബ്ലം തന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ തിങ്കളാഴ്ച 11 മണി ആയിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കുമെന്ന്. ജപ്പാൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് എത്ര ആണെന്ന്. ജപ്പാൻ്റെ 135 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 82.5 ഡിഗ്രി ഇന്ത്യ, അതുപോലെ 135 ഡിഗ്രി ജപ്പാനുമാണ്. 135 ഡിഗ്രി കിഴക്ക് ജപ്പാൻ എന്ന് പറയുമ്പം ഇന്ത്യയുടെ വെച്ചിട്ടല്ല 135 ഡിഗ്രി, ഗ്രീനിച്ച് രേഖയുടെ വെച്ചിട്ടാണ് 135 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ എത്രയാണ്? 82.5 അപ്പം 135 82.5 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഇന്ത്യയിൽ നിന്നും ജപ്പാൻ വരെയുള്ള രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത്. 1 ഡിഗ്രി രേഖാംശത്തിൻ്റെ സമയവ്യത്യാസം എത്രയാണ്? 4 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 52.5 ഡിഗ്രിയുടെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 210 മിനിറ്റ് എന്ന് കിട്ടും. 52.5 മൾട്ടിപ്ലൈ ചെയ്യുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 210 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഈ 210 മിനിറ്റിനെ നമുക്ക് എങ്ങനെ മണിക്കൂറിലോട്ടാക്കാം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 മണിക്കൂർ 30 മിനിറ്റ് എന്ന് കിട്ടും. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയാം, മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണേ. ഗ്രീനിച്ച് സമയം ഇന്ത്യയുടെ സമയത്തെക്കാളിലും എത്ര മണിക്കൂറാണ്? 5.5 മണിക്കൂർ പിന്നിലാണ്. ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നത് പിന്നിലാണ്. അപ്പം എക്സാമ്പിൾ പറയുമ്പം ഈ മൺഡേ 9 AM ആണെന്ന് വിചാരിച്ചോ. രാവിലെ 9 മണി, തിങ്കളാഴ്ച രാവിലെ 9 മണി. അതാണ് ഗ്രീനിച്ച് സമയം എന്ന് വെച്ചോ. അന്നേരം ഇന്ത്യയിൽ എത്ര ആയിരിക്കും സമയം? ഉച്ചയ്ക്ക് 2:30 ആയി കാണും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 ആയി കാണും. എന്ന് വെച്ചാൽ 5.5 മണിക്കൂർ മുന്നോട്ടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഗ്രീനിച്ച് സമയത്തിനേക്കാളിലും മുന്നോട്ടാണ് ഇന്ത്യയുടെ സമയം എന്ന് പറയുന്നത്. അതിലും 3.5 മണിക്കൂർ മുന്നോട്ടാണ് ജപ്പാനിലെ സമയം എന്ന് പറയുന്നത്. ജപ്പാനിൽ ആ സമയം എത്ര ആണ് അന്നേരം? തിങ്കളാഴ്ച 6 മണിയായി കാണും. മനസ്സിലായല്ലോ? തിങ്കളാഴ്ച 6 മണിയായി കാണും. അപ്പോൾ സൂര്യന് ഉദിക്കുന്നത് ആദ്യം എവിടെയായിരിക്കും? ജപ്പാനിലാണോ ഇന്ത്യയിലായിരിക്കുമോ? ജപ്പാനിലായിരിക്കുമല്ലോ സൂര്യൻ ആദ്യം ഉദിക്കുന്നത്. അപ്പം അടുത്ത ചൊവ്വാഴ്ച ദിവസം തുടങ്ങുന്നത് ആദ്യം എവിടെയായിരിക്കും? ജപ്പാനിലായിരിക്കും. അടുത്തത് കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന ചാപ്റ്ററാണ്.
ഇതിൽ ആദ്യം പറയുന്നത് ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എത്രയാണ്? ഒരു ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം ആണ്. ഭൂമിയിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം ഒരു ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം ആണ്. നമുക്ക് മെർക്കുറി ബാരോമീറ്റർ അല്ലെങ്കിൽ രസ ബാരോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയാം. അന്തരീക്ഷ മർദ്ദം അളക്കാനായിട്ടാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ യൂണിറ്റ്, അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ്? മില്ലി ബാറിലും ഹെക്ടോ പാസ്കലിലുമാണ് പറയുക. ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ മെർക്കുറിയുടെ നിരപ്പ് അത് നിറച്ചിട്ടുള്ള സ്ഫടികക്കുഴലിൽ 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. മെർക്കുറി ബാരോമീറ്ററിൽ ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ മെർക്കുറിയുടെ ലെവൽ കാണിക്കുക 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ സമയത്ത് അന്തരീക്ഷ മർദ്ദം 1013.2 മില്ലിബാർ അല്ലെങ്കിൽ 1013.2 ഹെക്ടോ പാസ്കലാണ് എന്ന് പറയാം. ഇനി അന്തരീക്ഷ മർദ്ദവും ഉയരവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരികയാണ് ചെയ്യുക. മലകളൊക്കെ കയറുമ്പോൾ അവിടെ തണുപ്പ് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. മുകളിൽ തണുപ്പ് അനുഭവപ്പെടുന്നത് അവിടെ അന്തരീക്ഷ മർദ്ദം കുറവായതുകൊണ്ടാണ്. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. മുകളിലേക്ക് പോകും തോറും വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് വായുമർദ്ദം കുറയുന്നത്. പൊന്മുടി, മൂന്നാർ, ഊട്ടി, ബ്രഹ്മഗിരി ഈ പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ചെവി അടയുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഉയർന്ന സ്ഥലങ്ങളിൽ വായുമർദ്ദത്തിലെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത്. ഉയരവും അന്തരീക്ഷ മർദ്ദവും നമുക്ക് വിപരീത അനുപാതത്തിലാണ് എന്ന് പറയാം. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് വിപരീത അനുപാതത്തിലാണ് എന്ന് പറയാം. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രദേശത്തിൻ്റെ ഉയരം. അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന മറ്റ് 2 ഘടകങ്ങളാണ് താപവും ആർദ്രതയും. അതെങ്ങനെയാണ് എന്ന് നോക്കാം. താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുക. താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുക. താപം കുറയുമ്പോൾ എന്താണ്? അന്തരീക്ഷ മർദ്ദം കൂടുകയും ചെയ്യുന്നു. താപവും അന്തരീക്ഷ മർദ്ദവും എങ്ങനെയാണെന്ന് പറയാം? വിപരീത അനുപാതത്തിലാണ്. നമ്മൾ ഉയരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് താപത്തിൻ്റെ കാര്യവും. താപവും അന്തരീക്ഷ മർദ്ദവും എന്താണ്? വിപരീത അനുപാതത്തിലായിരിക്കും. ഇനി 2 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഒരേ പ്രദേശത്തിൻ്റെ രാത്രിയും പകലുമാണ് കാണിച്ചിരിക്കുന്നത്. 2 ചിത്രങ്ങളും കൂടെ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവയിൽ വായുമർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്ന സാഹചര്യം, അതുപോലെ വായുമർദ്ദം കുറവ് അനുഭവപ്പെടുന്ന സാഹചര്യം ഇത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചത് വെച്ച് വായുമർദ്ദം പകലായിരിക്കുമോ രാത്രി ആയിരിക്കുമോ കുറവ്? വായുമർദ്ദം കുറവായിരിക്കുക എപ്പോഴായിരിക്കും? പകലായിരിക്കും. രാത്രിയിൽ എന്താണ്? വായുമർദ്ദം കൂടുതലായിരിക്കും. കാരണം എന്താണ്? പകല് താപം കൂടുതലല്ലേ, അപ്പോൾ താപം കൂടുന്നതനുസരിച്ച് വായുമർദ്ദം കുറയും. ഇനി ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവിനെയാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത്. നീരാവിക്ക് വായുവിനേക്കാളും ഭാരം കുറവാണ്. അതുകൊണ്ടാണ് ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ, എന്ന് വെച്ചാൽ ആർദ്രത കൂടുതലാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ വായുവിൻ്റെ മർദ്ദം എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ് എന്ന് പറയാം. അപ്പം ഭൂപ്രദേശത്തിൻ്റെ ഉയരം, അന്തരീക്ഷത്തിലെ ആർദ്രത, അവിടെ അനുഭവപ്പെടുന്ന താപം, ഇതൊക്കെ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദമാണ് എന്ന് പറയാം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദമാണ് എന്ന് പറയാം. അതേസമയം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷത്തിലെ മർദ്ദം കുറവാണെങ്കിൽ എന്താണ്? അവിടെ ന്യൂനമർദ്ദമാണ് എന്ന് പറയാം. അതാണ് ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. എന്താണ് സമതാപരേഖകൾ എന്ന് പറഞ്ഞാൽ?
ഒരേ അന്തരീക്ഷ താപമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖകൾ, സാങ്കല്പിക രേഖകളെയാണ് സമതാപ രേഖകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാർസ് എന്ന് പറയുന്നത്. ഇനി സമമർദ്ദ രേഖകൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രദേശത്തെയും അന്തരീക്ഷ മർദ്ദത്തിൻ്റെ വിതരണക്രമം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ചിത്രങ്ങൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 വ്യത്യസ്ത ഋതുക്കളിൽ ഒരു പ്രദേശത്തെ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ വിതരണമാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? വ്യത്യസ്ത ഋതുക്കളിൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി നോക്കുന്നത് ആഗോള മർദ്ദമേഖലകളാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു പാർട്ടിൽ നിന്ന് വരാറുണ്ട്. നോക്കാം. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് 90 ഡിഗ്രി വടക്ക് 90 ഡിഗ്രി തെക്കായിട്ട് കാണപ്പെടുന്നു. 60 ഡിഗ്രി തെക്ക് 60 ഡിഗ്രി വടക്കിൽ കാണപ്പെടുന്നതാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് കാണുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയും ഇക്വേറ്ററിൽ കാണുന്നത് 0 ഡിഗ്രി ഇക്വേറ്ററിൽ കാണുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുമാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. വർഷം മുഴുവന് സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന മേഖലയാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ മേഖലയിൽ ഉടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടാനായിട്ട് കാരണമാകുന്നു. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഉള്ളത്. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകളില്ല എന്ന് പറയാം. കാറ്റുകളില്ലാത്ത മേഖല ആയതുകൊണ്ട് നിർവാത മേഖല എന്നും ഈ മർദ്ദമേഖല അറിയപ്പെടുന്നുണ്ട്. നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം എന്ന് അറിയപ്പെടുന്നു. കാറ്റുകളില്ലാത്തത് കൊണ്ട് തന്നെ പണ്ട് പായ്ക്കപ്പലുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു പേടി സ്വപ്നമായിരുന്നു. ഇവിടെ കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇനി അടുത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. മധ്യരേഖ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ച് ഉയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയെ നമ്മൾ ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്നും വിളിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ വിളിക്കുന്നത് എന്താണ്? ഡോൾഡ്രം എന്നും ഒരു പേരുണ്ട് അതിന്. അതുപോലെ തന്നെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്ന പേരുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് നോക്കാം. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്ക് കപ്പലുകളിലെ ഒരു പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയ ഇനം കുതിരകൾ. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്ക് കപ്പലുകളിലെ പ്രധാന കയറ്റുമതിയായിരുന്നു മുന്തിയ ഇനം കുതിരകൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ കാറ്റുകൾ ദുർബലമായതുകൊണ്ട് പായ് കപ്പലുകൾക്ക് സുഗമമായിട്ട് സഞ്ചരിക്കാനാവാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇവിടെ എന്താണ്? കാറ്റുകൾ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ പായ്ക്കപ്പലുകൾക്ക് സുഖമായിട്ട് സഞ്ചരിക്കാനാവാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. കപ്പലിൻ്റെ ഭാരം കുറച്ചാൽ സഞ്ചാരം എളുപ്പമാകുമെന്നതുകൊണ്ട് ഈ കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കും. അപ്പം അങ്ങനെയാണ് ഉപോഷ്ണ മർദ്ദ മേഖലയ്ക്ക് കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്ന പേര് വന്നത്. ഇനി നോക്കുന്നത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്. ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 60 ഡിഗ്രി തെക്ക് 60 ഡിഗ്രി വടക്കായിട്ട് കാണപ്പെടുന്നതാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ധ്രുവത്തിനോട് ഏറെ അടുത്തായതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വായുവിന് തണുപ്പ് ഏറെയാണ്. ധ്രുവത്തിനോട് എന്താണ്? ഈ മേഖല എന്ന് പറയുന്നത് വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ വായുവിന് തണുപ്പ് ഉണ്ട്. തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായിട്ട് ചുഴറ്റിയെറിയപ്പെടും. അതുകൊണ്ട് തന്നെ ഉപധ്രുവീയ മേഖലയിൽ ഉടനീളം എന്താണ്? ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുക. ഈ വായു ചുഴറ്റി എറിയപ്പെടുന്നത് കൊണ്ട് എന്താണ്? ഇവിടെ ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുക. ഇനി നോക്കുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് പോളാർ റീജിയൻ. ധ്രുവങ്ങളിലെ
അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതുകൊണ്ട് ഈ മേഖലയിൽ സദാ എങ്ങനെയായിരിക്കും? ഉച്ചമർദ്ദമായിരിക്കും. സൗരോർജ്ജ ലഭ്യതയുടെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ മർദ്ദമേഖലകളുടെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം. സൂര്യൻ്റെ അയനത്തിന് അനുസൃതമായിട്ട് മർദ്ദമേഖലകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട്. ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ട് നീങ്ങുന്നു, ദക്ഷിണായന കാലത്ത് തെക്കോട്ട് നീങ്ങുന്നു. ഉത്തരായന കാലം എന്ന് വെച്ചാൽ എന്താണ്? സൂര്യന് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് അയനം ചെയ്യുകയാണ്. അപ്പോൾ മർദ്ദമേഖലകളും എന്താണ്? വടക്കോട്ട് നീങ്ങുന്നു. സൂര്യൻ വടക്കോട്ട് നീങ്ങുമ്പോൾ മർദ്ദമേഖലകളും വടക്കോട്ട് നീങ്ങുന്നു. ഇനി ദക്ഷിണായന കാലം എന്ന് വെച്ചാൽ എന്താണ്? ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ്റെ അയനമാണ് ദക്ഷിണായനം എന്ന് വെച്ചാൽ. അപ്പോൾ തെക്കോട്ടാണ് സൂര്യൻ വരുന്നത്. അപ്പോൾ മർദ്ദമേഖലകളും തെക്കോട്ട് നീങ്ങുന്നു. ആഗോളതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നുണ്ട്. അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ് കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നത്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ. വായു എങ്ങനെയാണ് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ചലിക്കുക? വായുവിൻ്റെ ഈ ഒരു തിരശ്ചീനമായിട്ടുള്ള ചലനത്തെയാണ് കാറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതയ്ക്കുന്ന കൊടും കാറ്റുകൾ വരെ നമ്മുടെ ഭൂമുഖത്തുണ്ട്. കാറ്റുകൾക്ക് പേര് നൽകിയിട്ടുള്ളത് അവ ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായിട്ട് തെക്കൻ കാറ്റ് എന്നാൽ തെക്കു ദിശയിൽ നിന്ന് വീശുന്ന കാറ്റാണ്. ഉത്ഭവിക്കുന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ കാറ്റിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് നീരാവി പൂരിതമായിരിക്കും. എന്നാൽ വരണ്ട പ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റുകൾ എങ്ങനെയായിരിക്കും? നീരാവി രഹിതമായിരിക്കും. മർദ്ദച്ചരിവ്, കോറിയോലിസ് പ്രഭാവം, കർഷണം ഈ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് കാറ്റിൻ്റെ വേഗതയും ദിശയും ഉണ്ടാവുക. ആദ്യം നോക്കുന്നത് മർദ്ദച്ചരിവാണ്. ഭൗമ ഉപരിതലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അന്തരീക്ഷ മർദ്ദം വിവിധ പ്രദേശങ്ങളിലും വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെയാണ് മർദ്ദച്ചരിവ് എന്ന് വിളിക്കുന്നത്. തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദച്ചരിവ് കൂടുതലാണ് എന്ന് പറയാം. അത്തരം പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗത എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. മർദ്ദച്ചരിവ് കൂടുതലാണെങ്കിൽ അവിടെ കാറ്റിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. അടുത്തത് കോറിയോലിസ് ബലമാണ്. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകും. ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത്. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം, ഭൂമിയുടെ ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകും. ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത്. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം കൂടുകയാണ് ചെയ്യുക. ധ്രുവങ്ങളിൽ കോറിയോലിസ് ബലം കൂടുതലായിരിക്കും. കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാര ദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കും എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അഡ്മിറൽ ഫെറൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമമാണ് ഫെറൽ നിയമം. അഡ്മിറൽ ഫെറലിൻ്റെ നിയമമാണ് ഫെറൽ നിയമം. ഫെറൽ നിയമം എന്ന് വെച്ചാൽ എന്താണ്? കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കും എന്ന് പറയുന്ന നിയമമാണ് ഫെറൽ നിയമം. ഇനി കർഷണമാണ്. ഇതിൽ ഏത് സാഹചര്യത്തിലാണ് തടസ്സം കൂടാതെ കാറ്റ് വീശുന്നത്? ചിത്രം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തടസ്സം കൂടാതെ കാറ്റ് വീശുന്നത് എവിടെയായിരിക്കും? ആദ്യ ചിത്രത്തിലായിരിക്കും. സമുദ്ര ഉപരിതലം അതുപോലെ നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ കർഷണം കുറവായതുകൊണ്ട് കാറ്റിന് വേഗം കൂടുതലായിരിക്കും. എന്നാൽ ദുർഘടമായ ഭൂപ്രകൃതി, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കർഷണം കൂടുതലായതുകൊണ്ട് കാറ്റിൻ്റെ വേഗം കുറവായിരിക്കും. മരുവൽക്കരണം തടയാൻ മരുഭൂമികളുടെ അതിർത്തി പ്രദേശങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാറുണ്ട്.
കാറ്റിൻ്റെ വേഗം കുറയ്ക്കാനും മരുഭൂമിയുടെ വ്യാപനം തടയാനുമാണ് ഈ നടപടി. കർഷണം ഉണ്ടാകാൻ വേണ്ടിയാണ് മരുഭൂമിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്. കർഷണം കൂടുകയാണെങ്കിൽ എന്താണ്? കാറ്റിൻ്റെ വേഗത കുറയും. ഇനി നോക്കുന്നത് മർദ്ദമേഖലകളും കാറ്റുകളും എന്നുള്ളതാണ്. ആഗോളതലത്തിൽ വിവിധ അക്ഷാംശ മേഖലകൾ തമ്മിൽ മർദ്ദവ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഈ മർദ്ദവ്യത്യാസങ്ങളാണ് കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നത്. ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്കാണ് കാറ്റ് വീശുക. ഉച്ചമർദ്ദ പ്രദേശത്ത് നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുക. ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ രൂപം കൊള്ളുന്ന കാറ്റുകളെ പൊതുവിൽ ആഗോളവാദങ്ങൾ എന്നാണ്, ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻസ് എന്നാണ് വിളിക്കുന്നത്. വിവിധ ആഗോളവാദങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് എന്ന് നോക്കാം. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പൂർവവാദങ്ങൾ. അതുപോലെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങൾ. എപ്പോഴും എങ്ങനെയാണ്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കല്ലേ കാറ്റ് വീശുക. ഇനി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. ഇനി തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും ഉണ്ട്. അതെന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാണിജ്യവാദങ്ങളാണ് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. വാണിജ്യവാദങ്ങൾ അപ്പോൾ 2 ടൈപ്പാണുള്ളത്. വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും അതുപോലെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും. ഇനി വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻസ് എന്താണ് എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. എവിടെയായിട്ടാണ് വരിക? 30 ഡിഗ്രി അക്ഷാംശമാണ്. ഇവിടെ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, കറക്റ്റ് ഇക്വേറ്റർ പ്രദേശത്തേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇവ വാണിജ്യവാദങ്ങൾ എന്നാണ് അറിയപ്പെടുക. ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നത് കൊണ്ട് ഈ കാറ്റുകളെ വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിലാണ്, മുകളിലത്തെ ഹാഫ് ആണെങ്കിൽ എന്താണ്? അവിടെ വീശുന്നത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളാണ്. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഡോൾഡ്രം എന്നാണ് അവിടെ അറിയപ്പെടുന്നതെന്ന്. അങ്ങനെ മാത്രമല്ല, ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അല്ലെങ്കിൽ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. ITCZ എന്ന് ചുരുക്കി പറയും. അപ്പം മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അറിയപ്പെടുന്നത്, ഈ കാറ്റുകൾ വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അറിയപ്പെടുക എങ്ങനെയാണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നാണ്. ഇനി നമുക്ക് ആ കോളത്തിലുള്ളത് നോക്കാം. കാറ്റിൻ്റെ കൈകളിലേറി. വർഷം മുഴുവനും ഒരേ ദിശയിൽ വീശുന്ന വാണിജ്യവാദങ്ങൾ പഴയ കാലത്ത് പായ്ക്കപ്പലുകളിലും മറ്റുമായി കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വലിയ സഹായകമായിരുന്നു. സമുദ്ര വാണിജ്യത്തെ സഹായിച്ചിരുന്നതിനാലാവണം അവയ്ക്ക് വാണിജ്യവാദങ്ങൾ എന്ന് പേര് വന്നത്. ജർമ്മൻ ഭാഷയിൽ ട്രെഡൻ എന്ന പദത്തിന് ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ, മെയിൻറ്റെയിനിങ് കോൺസ്റ്റന്റ് ഡയറക്ഷൻ എന്നാണ് അർത്ഥം. ഇനി നോക്കുന്നത് പശ്ചിമവാദങ്ങൾ എന്ത് എന്നുള്ളതാണ്. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളുണ്ട്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഈ മേഖലകളിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കാറ്റിൻ്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായതുകൊണ്ട് ഇവയെ പശ്ചിമവാദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പശ്ചിമവാദങ്ങൾ എവിടാണ് കാണുക? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലാണ്. ഉപോഷ്ണ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്. 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക്.
ആ ഭാഗത്തായിട്ടാണ് എന്ത് കാണുക? പശ്ചിമവാതങ്ങൾ കാണുക. ഇത് പടിഞ്ഞാറ് നിന്നാണ് ഈ കാറ്റ് വീശുന്നത്. അതുകൊണ്ടാണ് പശ്ചിമവാതങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റർലീസ് എന്നുള്ള പേര് വന്നത്. ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ പശ്ചിമവാതങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിലേക്കാൾ കൂടുതലാണ്. സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാം. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാതങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിലേക്കാൾ കൂടുതലാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറിയ പങ്ക് സമുദ്രത്തിനായതിനാലാണ് കാറ്റുകളുടെ വേഗം കൂടുതലാകുന്നത്. നമ്മൾ പറഞ്ഞു കർഷണം അവിടെ എന്താണ്? കുറവായിരിക്കും അന്നേരം. അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ വേഗതയും ദക്ഷിണാർദ്ധഗോളത്തിൽ കൂടുതലായിരിക്കും. ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വാസ്കോ ഡ ഗാമയുടെ യാത്രാമാർഗം വിശദീകരിച്ചിട്ടുണ്ട്. ബ്രസീലിൽ നിന്ന് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണ ആഫ്രിക്കയിലെത്താൻ ഗാമയെ സഹായിച്ചത് പശ്ചിമവാതങ്ങളായിരുന്നു. ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാതങ്ങളെ റോയിങ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്നിങ്ങനെ പഴയകാല നാവികർ പേരിട്ട് വിളിച്ചിരുന്നു. റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s ഇങ്ങനെ വിളിച്ചിരുന്നു. അപ്പം റോറിംഗ് 40s എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിലാണ്. ഫ്യൂരിയസ് 50s എന്നാൽ 50 ഡിഗ്രി അക്ഷാംശങ്ങളിലാണ്. ഷ്രീക്കിംഗ് 60s 60 ഡിഗ്രി അക്ഷാംശങ്ങളിലാണ്. ഞാൻ പറഞ്ഞു 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലോട്ടാണ് ഈ പശ്ചിമവാതങ്ങൾ വീശുന്നത്. ഇനി അടുത്തത് നോക്കുന്നത് ധ്രുവീയ പൂർവ്വവാതങ്ങളാണ്. ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകൾ ഉച്ചമർദ്ദ കേന്ദ്രമാണ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയവാതങ്ങൾ. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപോഷ്ണ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയവാതങ്ങൾ. കോറിയോലിസ് ബലം നിമിത്തം ഇവ അർദ്ധഗോളങ്ങളിലും കിഴക്കു ദിക്കിൽ നിന്നാണ് വീശുക. പറഞ്ഞു ധ്രുവങ്ങളിൽ എന്താണ്? കോറിയോലിസ് ബലം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കോറിയോലിസ് ബലം നിമിത്തം ഇവ അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുക. അതിനാൽ ഇവ ധ്രുവീയ പൂർവ്വവാതങ്ങൾ പോളാർ ഈസ്റ്റർലൈസ് എന്നാണ് അറിയപ്പെടുക. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഈ കാറ്റുകൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. വർഷം മുഴുവനും ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ സ്ഥിരമായിട്ട് വീശുന്ന കാറ്റാണ് ആഗോളവാതങ്ങൾ എന്ന് പറഞ്ഞു. ആഗോളവാതങ്ങൾക്ക് പുറമെ ചില കാലങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതോ ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതോ ആയ കാറ്റുകളുണ്ട്. ഇനി നോക്കുന്നത് അതാണ് കാലികവാതങ്ങൾ അല്ലെങ്കിൽ പീരിയോഡിക് വിൻഡ്സ് എന്താണെന്ന്. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെ കാലികവാതങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അത് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെ കാലികവാതങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഋതുക്കളിലോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാതങ്ങളുണ്ട്. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ് മൺസൂൺ? മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത്. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം നിരീക്ഷിച്ചത് ഹിപ്പാലസ് ആണ്. മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് പിന്നിൽ പല ഘടകങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? സൂര്യൻ്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപനത്തിലെ വ്യത്യാസങ്ങൾ. സൂര്യൻ്റെ അയനം, കോറിയോലിസ് പ്രഭാവം, തപനത്തിലെ വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് പിന്നിലുള്ള ഘടകങ്ങൾ. അച്ചുതണ്ടിൻ്റെ ചരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ലംബമായിട്ട് പതിക്കുക. ഇത് ഈ പ്രദേശങ്ങളിൽ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകും. അതനുസരിച്ച് മർദ്ദമേഖലകൾക്കും വടക്കോട്ട് നേരിയ തോതിൽ സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ ഇൻ്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ വടക്കോട്ട് നീങ്ങുമ്പോൾ വടക്ക് കിഴക്കൻ വാണിജ്യവാതങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും. മധ്യരേഖ കടക്കുന്നതോടെ തെക്ക് കിഴക്കൻ വാണിജ്യവാതങ്ങൾ കോറിയോലിസ് പ്രഭാവം മൂലം
ദിശാവ്യതിയാനം സംഭവിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. ഉയർന്ന പകൽച്ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമുദ്ര ഉപരിതലത്തിലൂടെ വീശുന്ന ഈ കാറ്റുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നതും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. ഇത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെ ശക്തി പ്രാപിക്കുന്നതിന് ഇടയാക്കും. ഇതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ അങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നോക്കുന്നത് കരക്കാറ്റും കടൽക്കാറ്റും എന്താണ് എന്നുള്ളതാണ്. ഒരു പ്രദേശത്ത് തന്നെ രാത്രിയും പകലും അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമാണ്. അതുപോലെ കരയും കടലും സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത് ഒരുപോലെയല്ല. കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. കര പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. പക്ഷേ കടൽ എന്ന് പറയുന്നത് സാവധാനമേ ചൂടാവുകയുള്ളൂ. അതുപോലെ ലഭിക്കുന്ന ചൂട് ഏറെ നേരം നിലനിർത്താൻ കഴിയുകയും ചെയ്യും. അത് ജലത്തിൻ്റെ ഒരു കഴിവാണല്ലേ. ജലത്തിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കൂടുതലാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ജലം പെട്ടെന്ന് ചൂടാവുകയില്ല. അതുപോലെ സാവധാനമേ തണുക്കുകയുമുള്ളൂ. പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായിട്ട് ഉയരുന്നു. പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂട് പിടിക്കും. അതിൻ്റെ ഫലമായിട്ട് കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടാകും. വായു ചൂടായാൽ എന്താണ്? അത് മുകളിലേക്ക് ഉയരും. ഇത് ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ആ പ്രദേശത്തിന് മുന്നിൽ അവിടെയുള്ള വായു, കരയിലുള്ള വായു ചൂടായി മുകളിലേക്ക് പോകുമ്പോൾ എന്താണ്? കരയുടെ ആ ഭാഗത്ത് എന്താണ്? ന്യൂനമർദ്ദം അനുഭവപ്പെടും. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിന് മുകളിൽ നിന്ന് തീരത്തേക്ക് വീശും. ഇവിടെ ന്യൂനമർദ്ദമാകുമ്പോൾ, കരയുടെ മുകളിൽ എന്താണ്? ന്യൂനമർദ്ദമാകുമ്പോൾ കടലിന് മുകളിൽ നിന്നുള്ള തണുത്ത വായു തീരത്തേക്ക് വീശുന്നു. ഈ ഇളങ്കാറ്റുകളാണ് കടൽക്കാറ്റ് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ പകൽ സമയത്ത് അനുഭവപ്പെടുന്നതാണ് കടൽക്കാറ്റ്. ഇനി രാത്രി കാലങ്ങളിലോ? രാത്രി കാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിൻ്റെ മുകളിൽ എന്താണ്? ന്യൂനമർദ്ദവുമായിരിക്കും. ഉച്ചമർദ്ദമുള്ളിടത്തുനിന്ന് ന്യൂനമർദ്ദമുള്ള മേഖലയിലേക്കായിരിക്കുമല്ലോ കാറ്റ് വീശുന്നത്. അപ്പോൾ കരയിൽ നിന്ന് കടലിലേക്കായിരിക്കും കാറ്റ് വീശുക. അപ്പം അതിനെ കരക്കാറ്റ് എന്ന് വിളിക്കുന്നു. കരക്കാറ്റുണ്ടാകുന്നത് എപ്പോഴാണ്? രാത്രി കാലങ്ങളിലായിരിക്കും. രാത്രിയോടെ ആരംഭിച്ച് കരക്കാറ്റ് പുലർക്കാലത്തോടെ സജീവമാവുന്നു, സൂര്യോദയത്തോടെ അവസാനിക്കുന്നു. നമ്മൾ കരക്കാറ്റും കടൽക്കാറ്റും എന്ത് എന്നുള്ളതാണ് പഠിച്ചത്. ഇനി പഠിക്കുന്നത് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. പർവ്വതക്കാറ്റ് എങ്ങനെ ഉണ്ടാകുന്നു, താഴ്വരക്കാറ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് താഴ്വരക്കാറ്റ്, അതുപോലെ പർവ്വതക്കാറ്റും കൊടുത്തിട്ടുണ്ട്. പകൽ സമയത്ത് പർവ്വത മുകളിലെ വായു ചൂട് പിടിച്ച് ഉയരുന്നത് കൊണ്ട് താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് പർവ്വത ചരിവുകളിലേക്ക് കാറ്റ് വീശുന്നു. പകൽ സമയത്ത് എന്താണ്? പർവ്വതത്തിൻ്റെ മുകളിലുള്ള വായു ചൂട് പിടിച്ച് ഉയരും. അപ്പോൾ താരതമ്യേന ചൂട് കുറഞ്ഞ വായു എവിടെയായിരിക്കും? താഴ്വരയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ താഴ്വരയിൽ നിന്നും മുകളിലേക്കാണ് കാറ്റ് വീശുക. ഇതിനെ താഴ്വരക്കാറ്റ് എന്ന് അറിയപ്പെടുന്നു. പകൽ സമയത്താണ് താഴ്വരക്കാറ്റ് ഉണ്ടാവുക. എന്നാൽ രാത്രി കാലങ്ങളിലാണെങ്കിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം വായു തണുക്കുന്നു. തണുത്ത വായുവിന് ഭാരം കൂടുതലായതുകൊണ്ട് എന്താണ്? അത് താഴ്വാരത്തേക്ക് വീശുന്നു. ഇതിനെ എന്താണ്? പർവ്വതക്കാറ്റ് എന്നാണ് പറയുന്നത്. രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്നതാണ് പർവ്വതക്കാറ്റ്. ഇനി നോക്കുന്നത് പ്രാദേശിക വാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻസ് ആണ്. ഏതൊക്കെ ലോക്കൽ വിൻസ് ആണുള്ളത് എന്ന് നോക്കാം. മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട് അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് പ്രാദേശിക വാദങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പ്രാദേശികമായ മർദ്ദവ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന ഇത്തരം കാറ്റുകൾക്ക് ശക്തിയും കുറവായിരിക്കും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രാദേശികവാദങ്ങളുണ്ട്. അതിന് എക്സാമ്പിളാണ് ലൂ, മാംഗോ ഷവർ, കാൽ ബൈശാഖി. ഇതൊക്കെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ്. അതുപോലെ ചിനൂക്ക്, ഹർമാറ്റൻ, ഫോൻ തുടങ്ങിയൊക്കെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നവയുമാണ്.
വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതനിര, അവിടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റിനെയാണ് ചിനൂക്ക് എന്ന് വിളിക്കുന്നത്. ഈ കാറ്റിൻ്റെ ഫലമായിട്ട് റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചരിവിലെ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നത് കൊണ്ട് കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനപ്രദമാണ്. ഇനി നോക്കുന്നത് ഫൊന്നാണ്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊന്ന്. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയാനായിട്ട് കാരണമാകുന്നു. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം ഫൊന്ന് കുറയ്ക്കുന്നു. മുന്തിരി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാറ്റാണ് ഫൊന്ന്. മുന്തിരി പഴുക്കാനായിട്ട് സഹായിക്കുന്ന കാറ്റാണ് ഫൊന്ന് എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാദമാണ് ഹർമാറ്റൻ. ഇനി ആഫ്രിക്കയിൽ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. പൊതുവെ ഈർപ്പം നിറഞ്ഞ് അസുഖകരമായിട്ടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നതുകൊണ്ട് ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ എന്ന് വിളിക്കുന്ന കാറ്റ് ഏതാണ്? ഹർമാറ്റൻ ആണ്. ഇനി നോക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വീശുന്ന ലൂ ആണ്. ലൂ എന്താണ്? ഒരു ഉഷ്ണക്കാറ്റാണ്. ഇത് വീശുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ്. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിൻ്റെ തീഷ്ണത വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നു. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റാണ് മാംഗോ ഷവേഴ്സ്. മാംഗോ ഷവേഴ്സ് ദക്ഷിണേന്ത്യയിൽ ഉഷ്ണകാലത്ത് വീശുന്ന കാറ്റാണ്. ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നതിനാലാണ് ഇതിന് മാംഗോ ഷവേഴ്സ് എന്ന പേര് വന്നത്. ഇനി നോക്കുന്നത് അസ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ വേരിയബിൾ വിൻസ് എന്താണ് എന്നുള്ളതാണ്. ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോട് കൂടിയതുമായിട്ടുള്ള കാറ്റുകളെയാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും ഒക്കെ എന്താണ്? അസ്ഥിരവാദങ്ങളാണ്. അപ്പോൾ അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ചക്രവാതങ്ങൾ, അതുപോലെ പ്രതിചക്രവാതങ്ങൾ. ഇതെന്താണ്? പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോട് കൂടിയ കാറ്റുകളുമാണ്. ആദ്യം നോക്കുന്നത് ചക്രവാതങ്ങളാണ്, സൈക്ലോൺസ്. അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശം, അതുപോലെ ആ ന്യൂനമർദ്ദ പ്രദേശത്തിന് ചുറ്റുമായിട്ട് ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ചക്രവാതം. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഘടികാര ദിശയിലുമാണ്. അപ്പോൾ കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയാണ്? എതിർ ഘടികാര ദിശയിലും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ് വീശുന്നത്. രൂപപ്പെടുന്ന കാലാവസ്ഥാ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെന്നും മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം. ലക്ഷദ്വീപിലും കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലും 2017 നവംബർ മാസത്തിൽ ഒരു കാറ്റ് വീശി. അതേതായിരുന്നു? ഓക്കി ചുഴലിക്കാറ്റാണ്. ഓക്കി ചുഴലിക്കാറ്റ് വീശുന്നത് 2017 നവംബർ മാസത്തിലാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കാറ്റായിരുന്നു അല്ലേ? ഓക്കി ചുഴലിക്കാറ്റ് ജീവനും സ്വത്തിനും വലിയ നാശം വിതച്ചുകൊണ്ടാണ് ഇന്ത്യൻ തീരങ്ങൾ വിട്ടത്. ഇതൊരു ഉഷ്ണമേഖലാ ചക്രവാതമാണ്. അപ്പോൾ ഓക്കി എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ ചക്രവാതമാണ്. വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ഉഷ്ണമേഖലാ സമുദ്രപ്രദേശത്ത്
പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യതിയാനമാണ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് കാരണമാകുന്നത്. അപ്പം ഓഖി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഉഷ്ണമേഖലാ സമുദ്ര പ്രദേശമായിട്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായ പ്രാദേശിക മർദ്ദ വ്യതിയാനമാണ്. ഇനി നോക്കുന്നത് പ്രതിചക്രവാതങ്ങൾ അല്ലെങ്കിൽ ആൻറ്റി സൈക്ലോൺസ് ആണ്. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസത്തെയാണ് പ്രതിചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായിട്ട് കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസത്തെയാണ് പ്രതിചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. കോയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയായിരിക്കും? ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമായിരിക്കും വീശുക. അടുത്തത് സമുദ്രവും മനുഷ്യനും എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ഇങ്ങനെ 5 പ്രധാന സമുദ്രങ്ങളാണ് ഉള്ളത്. ഓരോ സമുദ്രവും അനേകം കടലുകളും ഉൾക്കടലുകളും കടലിടുക്കുകളും മറ്റും ചേർന്നാണ്. അങ്ങനെയെങ്കിൽ ഉൾക്കടൽ എന്ന് വെച്ചാൽ എന്താണ്? 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രഭാഗത്തെയാണ് ഉൾക്കടൽ എന്ന് വിളിക്കുന്നത്. കടലിടുക്ക് എന്താണ്? 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗമാണ് കടലിടുക്ക്. സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗം കടൽ എന്നുമാണ് അറിയപ്പെടുന്നത്. അറബിക്കടൽ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഭാഗമാണ്. ആദ്യം നോക്കുന്നത് പസഫിക് സമുദ്രത്തെ പറ്റിയാണ്. അതിനെപ്പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം, ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഇതിൻ്റെ ആകെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് പസഫിക് ഓഷ്യൻ്റെ ആകെ ഏരിയ. ഇനി ഇതിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ശരാശരി ആവറേജ് ഡെപ്ത് അല്ലെങ്കിൽ ശരാശരി ആഴം 4280 മീറ്ററും ഏറ്റവും കൂടിയ ആഴം 11034 മീറ്ററുമാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം എന്നാണ് അറിയപ്പെടുന്നത്. പസഫിക് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്നത് ചലഞ്ചർ ഗർത്തം എന്നാണ്. ഇനി നോക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തെ പറ്റിയാണ്. ആകെ വിസ്തൃതി 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ആകെ ആഴം 3700 മീറ്ററും കൂടിയ ആഴം 8618 മീറ്ററുമാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗം പ്യൂറിറ്റോറിക്ക ഗർത്തം എന്നാണ് അറിയപ്പെടുന്നത്. പ്യൂറിറ്റോറിക്കോ ട്രെഞ്ച്. പസഫിക് ഓഷ്യൻ്റേത് എങ്ങനെയായിരുന്നു? ചലഞ്ചർ ഗർത്തമായിരുന്നു ഏറ്റവും ആഴം കൂടിയ ഭാഗം. വിസ്തൃതി എത്രയായിരുന്നു? 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററുമായിരുന്നു. അറ്റ്ലാന്റിക് ഓഷ്യൻ്റേത് 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ആഴം കൂടിയ ഭാഗം പ്യൂറിറ്റോറിക്കോ ഗർത്തമാണ്. നീണ്ട ആകൃതിയിലുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. എസ് ആകൃതി എന്ന് പറയാം. പസഫിക് സമുദ്രത്തിൻ്റേതാണെങ്കിൽ ട്രയാങ്കിൾ ആകൃതിയാണ്. സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ ഒരു പർവ്വതനിരയുണ്ട്. ഇത് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ഓഷ്യനെ പറ്റി നോക്കാം. ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ശരാശരി ആഴം 3960 മീറ്ററും ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിന് 7725 മീറ്ററുമാണ് ആഴം. ഏറ്റവും ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്നത് വാർട്ടൺ ഗർത്തം എന്നാണ്. വാർട്ടൺ ഗർത്തമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ഇനി ആർട്ടിക് സമുദ്രമാണ് പറയുന്നത്. ഡി ആകൃതിയിലുള്ള ഓഷ്യനാണ് ആർട്ടിക് സമുദ്രം. ഏറ്റവും ചെറിയ സമുദ്രമാണ്. ഇതിൻ്റെ വിസ്തൃതി 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഏറ്റവും ആഴം കൂടിയ ഭാഗം 5180 മീറ്ററുമാണ്. ഇനി അന്റാർട്ടിക് സമുദ്രമാണ്. മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ട സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രമെന്നും അറിയപ്പെടുന്നു. ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. സമുദ്രജലത്തിലെ താപവിതരണം. അശാംശീയ വ്യതിയാനങ്ങൾക്ക് അനുസൃതമായിട്ട് സമുദ്രജലത്തിൻ്റെ താപനിലയിൽ വ്യത്യാസമുണ്ടാകും. ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലായിട്ട് ഏതാണ്ട്
10 ഡിഗ്രി വരെ അക്ഷാംശ മേഖലയിലാണ്. അവിടാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നത്. ഇവിടെ ശരാശരി 27 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തുന്നുണ്ട്. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവീയ മേഖലകളിലേക്ക് പോകുന്തോറും താപനിലയിൽ എന്താണ് കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. മധ്യ അക്ഷാംശീയ മേഖലകളിൽ താപനില ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസ് വരെയും ധ്രുവീയ മേഖലകളിൽ -2 ഡിഗ്രി സെൽഷ്യസ് വരെയും താഴ്ന്നതായിട്ട് കാണുന്നു. അപ്പം വ്യത്യസ്ത അക്ഷാംശ മേഖലകളിൽ താപനിലയിൽ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. സൗരോർജം ഭൂമിയിൽ ലഭിക്കുന്നതിനുള്ള അസന്തുലിത അവസ്ഥയാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ലവണത്വമാണ് നോക്കുന്നത്. കടൽവെള്ളത്തിൻ്റെ പ്രത്യേക സവിശേഷതയാണ് ഉപ്പുരസം. കടൽവെള്ളത്തിൻ്റെ ശരാശരി ലവണത എന്ന് പറഞ്ഞാൽ 3.5%. 3.5%. ഈ ലവണത്വം കടൽവെള്ളത്തിൽ നിന്ന് വേർതിരിച്ചു മാറ്റാൻ സാധിച്ചാൽ കടലിലെ ജലം ശുദ്ധമാകും. കടൽവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിൻ്റെ സാന്ദ്രീകരണം ലവണത്വം എന്നാണ് അറിയപ്പെടുന്നത്. സലൈനിറ്റി എന്ന് അറിയപ്പെടുന്നത്. കടൽവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിൻ്റെ സാന്ദ്രീകരണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സലൈനിറ്റി, ലവണത്വം എന്നാണ് അറിയപ്പെടുന്നത്. 1000 ഗ്രാം ജലത്തിൽ എത്ര ഗ്രാം ലവണം അടങ്ങിയിരിക്കുന്നു, എത്ര ഗ്രാം ഉപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലാണ് ലവണത്വം സൂചിപ്പിക്കുന്നത്. സമുദ്രജലത്തിൻ്റെ ശരാശരി ലവണത്വം എന്ന് പറയുന്നത് 35 സഹസ്രാംശമാണ്. എന്ന് വെച്ചാൽ എന്താണ് ഇത് രേഖപ്പെടുത്തുന്ന ഈ രീതിയിലാണ്. എന്താണ് നമ്മൾ പറയത്തില്ലേ 35% എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് എന്ത് സഹസ്രാംശം എന്ന് പറയുന്നത്. ഇത് അർത്ഥമാക്കുന്നത് 1000 ഗ്രാം ജലത്തിൽ എന്താണ് 1000 ഗ്രാം സമുദ്രജലത്തിൽ 35 ഗ്രാം ലവണാംശം അടങ്ങിയിരിക്കുന്നു എന്നാണ്. അപ്പം എഴുതുന്നത് കാണിച്ചിട്ടുണ്ട്. ഇനി സമുദ്രങ്ങളിൽ എല്ലായിടത്തും ലവണത്വം ഒരേപോലെ അല്ല. അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. കരയാൽ ചുറ്റപ്പെട്ട കടൽഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. അപ്പോൾ കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കടൽഭാഗങ്ങളിൽ എന്താണ് സലൈനിറ്റി കൂടുതലായിരിക്കും. അതുപോലെ എന്താണ് ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിലും ലവണത്വം കൂടുതലായിരിക്കും. ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലമെത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളിലും ലവണത്വം കുറവായിരിക്കും. ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നത് ലവണത്വം കുറയുന്നതിന് ഇടയാക്കും. അതുപോലെ തന്നെ വിവിധ സമുദ്രഭാഗങ്ങളിലും സമുദ്രത്തിൻ്റെ വ്യത്യസ്ത ആഴങ്ങളിലും ലവണത്വത്തിലെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഡെൻസിറ്റിയാണ് നോക്കുന്നത്. സമുദ്രജലത്തിൻ്റെ സാന്ദ്രത ഡെൻസിറ്റി സമുദ്രങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെ അനുഭവപ്പെടത്തില്ല. ഇതിന് കാരണം സമുദ്രജലത്തിൻ്റെ ലവണത്വവും താപനിലയിലും കാണുന്ന വ്യത്യാസമാണ്. നമ്മൾ ലവണത്വവും താപനിലയും നോക്കി വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. അപ്പം നമുക്കറിയാം ലവണത്വം കൂടുതലുള്ള സോൾട്ട് വാട്ടറിന് എന്താണ് ഡെൻസിറ്റി കൂടുതലാണ്. താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു. താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രതയിൽ എങ്ങനെയാണ് മാറ്റമുണ്ടാകുന്നത്? താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയും. ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടുകയും ചെയ്യും. ലവണത്വം കൂടിയ ജലത്തിന് എന്താണ് സാന്ദ്രത കൂടുതലായിരിക്കും. താപം, ലവണത്വം, സാന്ദ്രത ഇതൊക്കെ സമുദ്രങ്ങളിലെ എല്ലായിടത്തും ഒരുപോലെ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യത്യാസങ്ങൾ എന്താണ് സമുദ്രജലത്തിൻ്റെ ചലനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പം സമുദ്രജലത്തിൻ്റെ ചലനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേവ്സ്, തിരമാലകൾ, അതുപോലെ വേലികൾ, പിന്നെ ജലപ്രവാഹങ്ങൾ, ഓഷ്യൻ കറൻസ്. അപ്പം ഈ ചലനങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം തിരമാലയെ പറ്റിയാണ് പറയുന്നത്. തിരമാലയുടെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ തിരാതടം എന്താണ്, തിരാശിഖിരം എന്താണ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഉയർന്നു നിൽക്കുന്നത് തിരാശിഖിരവും താഴ്ന്നു നിൽക്കുന്നത് തിരാതടവുമാണ്. അതുപോലെ തിരാശിഖിരങ്ങൾ തമ്മിലുള്ള ആ ഒരു ദൂരം, അതിനിടയിലുള്ള ദൂരമാണ് തിരാദൈർഘ്യം എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബ ദൂരത്തെ എന്താണ് ഉന്നതി എന്നുമാണ് പറയുന്നത്. തിര ഉന്നതി എന്നുമാണ് പറയുന്നത്. ഈ തിരകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? കാറ്റുകൾ സമുദ്ര ഉപരിതലത്തിൽ ഏൽപ്പിക്കുന്ന കർഷണമാണ്. കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് തിരമാലകളുടെ ശക്തിയും കൂടി വരും. വളരെ ശക്തമായ കാറ്റുകളുടെയോ കൊടുങ്കാറ്റുകളുടെയോ ഫലമായിട്ടുണ്ടാകുന്ന ശക്തി കൂടിയ തിരമാലകൾ തീരങ്ങളിൽ കടലാക്രമണത്തിന് കാരണമാകുന്നുണ്ട്.
അപ്പം ഇതേപോലെയുള്ള കടലാക്രമണങ്ങൾ തടയാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാം? കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കാം, അതുപോലെ പുലിമുട്ടുകൾ നിർമ്മിക്കൽ, പിന്നെന്താണ് കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കൽ. അപ്പോൾ ഇതൊക്കെയാണ് അതിന് പ്രതിവിധി. ഇനി പ്രകൃതി തന്നെ ഈ കടലാക്രമണത്തെ തടയാൻ വേണ്ടി ഒരുക്കുന്നതാണ് മണൽ ഭിത്തികൾ. കരയിൽ നിന്ന് കടലിലേക്കും മറിച്ചും നീക്കം ചെയ്യപ്പെടുന്ന മണൽ അന്യോന്യം തടയപ്പെട്ട തീരങ്ങളിൽ രൂപം കൊള്ളുന്ന രൂപങ്ങളാണ് ഈ മണൽ ഭിത്തികൾ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, കേരളത്തിൽ സുനാമി ഉണ്ടായത് 2004 കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും വിനാശകാരികളായിട്ടുള്ള വൻ തിരമാലകൾക്ക് കാരണമാകുന്നുണ്ട്. ഇത്തരം തിരമാലകൾ സീസ്മിക് കടൽത്തിരകൾ അഥവാ സുനാമികൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ സമുദ്ര ചലനങ്ങളാണ് നോക്കുന്നത്. അതിൽ തിരമാലകൾ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് വേലികൾ എന്താണ് എന്നാണ്. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്രജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ. സമുദ്രജല വിതാനത്തിൻ്റെ ഉയർച്ചയെ വേലിയേറ്റമെന്നും താഴ്ചയെ വേലിയിറക്കം എന്നുമാണ് പറയുന്നത്. ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ ബലവും ഭൂമിയുടെ ഭ്രമണഫലമായിട്ടുണ്ടാകുന്ന അപകേന്ദ്ര ബലവുമാണ് വേലികൾക്ക് കാരണമാകുന്നത്. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും അവർ ചെലുത്തുന്ന ആകർഷണ ബലം, അതുപോലെ ഭൂമിയുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഭൂമിയിൽ അനുഭവപ്പെടും. അപ്പോൾ അതും വേലികൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചന്ദ്രന് അഭിമുഖമായിട്ടുള്ള ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ വേലിയേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്, ഹൈ ടൈഡാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ചന്ദ്രന് പ്രതിമുഖമായിട്ടുള്ള ഭാഗത്തെ ജലനിരപ്പും ഉയരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ? എയും കൊടുത്തിട്ടുണ്ട്, ബിയും കൊടുത്തിട്ടുണ്ട്. അപ്പം ബിയെ പറ്റിയാണ് പറയുന്നത്. അവിടെ വേലിയേറ്റം ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം ഭൂമിയുടെ ഭ്രമണഫലമായിട്ടുണ്ടാകുന്ന അപകേന്ദ്ര ബലമാണ്. ഭൂമിക്ക് ഭ്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഭ്രമണഫലമായിട്ടുണ്ടാകുന്ന അപകേന്ദ്ര ബലമാണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അവിടെ ഉണ്ടാകുന്ന വേലിയേറ്റത്തിന് കാരണം. വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ അവിടെ ജലനിരപ്പ് താഴ്ന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കണ്ടില്ലേ, ആരോ ഭൂമിയുടെ അവിടോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേലിയിറക്കമാണ്. അപ്പം ഈ പ്രദേശങ്ങളിലെ സിയും ഡിയും ആ പ്രദേശങ്ങളിൽ ജലം വേലിയേറ്റ പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നത് കൊണ്ടാണ് ഇവിടെ ജലനിരപ്പ് താഴുന്നത്. ഈ വേലിയേറ്റം നടക്കുന്ന ആ പ്രദേശത്തോട്ട് ഈ വേലിയിറക്കം കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെ ജലം അങ്ങോട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അവിടെ ജലനിരപ്പ് താഴും. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് വേലിയിറക്കമാണ്, ലോ ടൈഡാണ് ഉണ്ടാവുക. വേലികൾക്ക് ചന്ദ്രൻ്റെ ആകർഷണബലം മാത്രമല്ല കാരണമാകുന്നത്, സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണബലവും വേലികൾക്ക് കാരണമാകുന്നുണ്ട്. സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രന് വലിപ്പം കുറവാണെങ്കിലും ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചന്ദ്രനായതുകൊണ്ട് തന്നെ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ചെലുത്തുന്ന ആകർഷണത്തിന് അപേക്ഷിച്ച് ചന്ദ്രൻ്റെ കൂടുതലായിരിക്കും. ചന്ദ്രൻ ചെലുത്തുന്ന ആകർഷണം കൂടുതലായിരിക്കും. ഇനി വാവു വേലികളും സപ്തമി വേലികളുമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് പഠിക്കുന്നത്. ഓരോ മാസത്തിലും അമാവാസി, കറുത്ത വാവ് എന്ന് പറയും, അതുപോലെ പൗർണമി, വെളുത്ത വാവ്. അപ്പം ആ ദിവസത്തിലൊക്കെ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും. തന്മൂലം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായിട്ടുള്ള വേലിയേറ്റം ആ ദിവസങ്ങളിൽ അമാവാസി ദിവസവും പൗർണമി ദിവസവും ഉണ്ടാകുന്നുണ്ട്. ഇത്തരം വേലിയേറ്റങ്ങളെയാണ് വാവുവേലികൾ, സ്പ്രിംഗ് ടൈഡ്സ് എന്ന് വിളിക്കുന്നത്. അമാവാസി, പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നുണ്ട്. അതിവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയെ 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ ആകർഷിക്കുന്നത് കൊണ്ട് വളരെ ദുർബലമായിട്ടുള്ള വേലികളായിരിക്കും ഉണ്ടാവുക. ദുർബലമായ ഇത്തരം വേലികളെ സപ്തമി വേലികൾ എന്നാണ്, നീപ് ടൈഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് സമുദ്രജല പ്രവാഹങ്ങൾ. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവാഹത്തെയാണ് സമുദ്രജല പ്രവാഹം എന്ന് വിളിക്കുന്നത്. 2 തരത്തിലുള്ള സമുദ്രജല പ്രവാഹങ്ങളാണുള്ളത്, ഉഷ്ണജലപ്രവാഹങ്ങളും ശീതജലപ്രവാഹങ്ങളും. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണമേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളെ ഉഷ്ണജലപ്രവാഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്.
അതുപോലെ ധ്രുവീയ ഉപദ്രവീയ മേഖലയിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങൾ ശീതജല പ്രവാഹങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്? ഉഷ്ണമേഖല അല്ലെങ്കിൽ ഉപോഷ്ണ മേഖല എന്ന് പറയുമ്പോൾ ചൂട് കൂടുതലുള്ള മേഖലയാണല്ലോ. അവിടെ നിന്ന് വരുന്നത് ഉഷ്ണജല പ്രവാഹങ്ങൾ. ഇനി ധ്രുവീയ ഉപദ്രവീയ മേഖലകൾ എന്ന് പറയുമ്പോൾ അവിടെ തണുപ്പ് കൂടുതലായിരിക്കുമല്ലോ. അവിടെ നിന്ന് വരുന്നത് ശീതജല പ്രവാഹങ്ങൾ. അങ്ങനെ ഓർത്തിരിക്കാം. സമുദ്രജലത്തിൻ്റെ ലവണത്വം, താപനില ഒക്കെ ഓരോ സമുദ്രത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഈ വ്യത്യാസം സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസത്തിന് കാരണമാവുകയും ചെയ്യും. സമുദ്രജലത്തിലുള്ള സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഒരു ഘടകമാണ്. നമുക്ക് ആദ്യം പസഫിക് ഓഷ്യൻ കറൻസിനെ പറ്റി നോക്കാം. അവിടെ ആരോ നോക്കുമ്പം വാം കറൻസും കോൾഡ് കറൻസും നമുക്ക് മനസ്സിലാകും. ആദ്യം നമ്മൾ കോൾഡ് കറൻസ് അല്ലെങ്കിൽ ശീതജല പ്രവാഹങ്ങളാണ് നോക്കുന്നത്. പശ്ചിമവാത പ്രവാഹം, പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം, ഒയാഷ്യോ പ്രവാഹം, അങ്ങനെ 4 കോൾഡ് കറൻസ് ആണ് പസഫിക് ഓഷ്യനിൽ ഉള്ളത്. ഒന്നുകൂടെ പറയാം. വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ പശ്ചിമവാത പ്രവാഹം, പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം, ഒയാഷ്യോ പ്രവാഹം, ഇത്രയുമാണ് കോൾഡ് കറൻസ്. ഇനി ഉഷ്ണജല പ്രവാഹങ്ങൾ നോക്കാം. മധ്യരേഖാ പ്രദേശത്ത് ദക്ഷിണ മധ്യരേഖാ പ്രവാഹവും ഉത്തര മധ്യരേഖാ പ്രവാഹവുമുണ്ട്. അതുപോലെ മധ്യരേഖ പ്രതിപ്രവാഹവുമുണ്ട്. അപ്പം 3 പ്രവാഹങ്ങളാണ് ഇക്വേറ്ററിലായിട്ട് കാണപ്പെടുന്നത്. മധ്യരേഖ പ്രദേശത്തായിട്ട് കാണപ്പെടുന്നത് ഉത്തര മധ്യരേഖ പ്രവാഹം, ദക്ഷിണ മധ്യരേഖ പ്രവാഹം, മധ്യരേഖ പ്രതിപ്രവാഹം, അങ്ങനെ 3 എണ്ണമാണ്. പിന്നെ കുറേഷ്യോ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം. പിന്നെ ഏതാണ് കാണപ്പെടുന്നത്? പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹവും നമുക്ക് കാണാം. പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം താഴെ പശ്ചിമവാത പ്രവാഹത്തിൻ്റെ മുകളിലായിട്ട് പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹവും നമുക്ക് കാണാം. ഒന്നുകൂടെ പറയാം. ശീതജല പ്രവാഹങ്ങളാണ് ആദ്യം പറയുന്നത്. മുകളിൽ നിന്ന് നോക്കാം. ശീതജല പ്രവാഹങ്ങൾ ഒയാഷ്യോ കരണ്ട്, പിന്നെ കാലിഫോർണിയ കരണ്ട്, പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് കരണ്ട്, പശ്ചിമവാത പ്രവാഹം അല്ലെങ്കിൽ വെസ്റ്റ് ഡ്രിഫ്റ്റ് കരണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? കുറേഷ്യോ പ്രവാഹം, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം. പിന്നീട് കാണപ്പെടുന്നത് മധ്യരേഖയിലാണ് ഉത്തര മധ്യരേഖാ പ്രവാഹം, മധ്യരേഖ പ്രതിപ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം. പിന്നെ കാണപ്പെടുന്നത് പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹവുമാണ്. ഇനി നോക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഓഷ്യൻ കറൻസ്. നമുക്ക് ആദ്യം ശീതജല പ്രവാഹങ്ങൾ നോക്കാം. കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും വെസ്റ്റ് ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ട്, പശ്ചിമവാത പ്രവാഹമുണ്ട്, താഴെ നിന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ കാണപ്പെടുന്ന ശീതജല പ്രവാഹമാണ് ബെൻഗ്വേല പ്രവാഹം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കാനറീസ് പ്രവാഹം കാണാം, ഏറ്റവും മുകളിലായിട്ട് ലാബ്രഡോർ പ്രവാഹം കാണാം. അങ്ങനെ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? വെസ്റ്റ് ഡ്രിഫ്റ്റ് കറണ്ട്, ബെൻഗ്വേല പ്രവാഹം, പിന്നെ കാനറീസ് പ്രവാഹം, ലാബ്രഡോർ പ്രവാഹം. അങ്ങനെ 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീൽ പ്രവാഹം. പിന്നെ നമ്മൾ മധ്യരേഖയിലാണ് കാണപ്പെടുന്നത്. ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, മധ്യരേഖ പ്രതിപ്രവാഹം, ഉത്തര മധ്യരേഖാ പ്രവാഹം. പിന്നെ ഫ്ലോറിഡ കരണ്ട് കാണാം. ശേഷം മുകളിലായിട്ട് ഗൾഫ് സ്ട്രീം കരണ്ടും അതുപോലെ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് പ്രവാഹവും കാണപ്പെടും. അപ്പം 4 ശീതജല പ്രവാഹങ്ങളും 7 ഉഷ്ണജല പ്രവാഹങ്ങളുമാണ് നമുക്ക് അറ്റ്ലാന്റിക് ഓഷ്യനിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയുകയാണ്. ആദ്യം ശീതജല പ്രവാഹങ്ങളാണ് പറയുന്നത്. പശ്ചിമവാത പ്രവാഹം, ബെൻഗ്വേല പ്രവാഹം, കാനറീസ് പ്രവാഹം, ലാബ്രഡോർ പ്രവാഹം, അങ്ങനെ 4 എണ്ണം. പിന്നെ ഉഷ്ണജല പ്രവാഹങ്ങൾ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ഗൾഫ് സ്ട്രീം കരണ്ട്, ഫ്ലോറിഡ കരണ്ട്, മധ്യത്തിലായിട്ട് ഉത്തര മധ്യരേഖാ പ്രവാഹം, മധ്യരേഖ പ്രതിപ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, ബ്രസീൽ കരണ്ട്. അപ്പോൾ അങ്ങനെ 7 എണ്ണം. വെസ്റ്റ് ഇൻഡീസ് ദ്വീപും അതുപോലെ ന്യൂ ഫൗണ്ട്ലാൻഡ് ദ്വീപും ഈ അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് കാണപ്പെടുന്നത്, ഓർക്കുക. ഇനി നമുക്ക് ഇന്ത്യൻ ഓഷ്യനിലാണ് പഠിക്കാനുള്ളത്. ആദ്യം അവിടെ ഒരു ദ്വീപ് കാണിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഓഷ്യനിൽ കാണപ്പെടുന്ന ദ്വീപ് കാണിച്ചിട്ടുണ്ട്. അഗുൽഗാസ് പ്രവാഹത്തിൻ്റെ മുകളിലായിട്ടാണ്, മൊസാംബിക്കിൻ്റെ അടുത്തായിട്ട് കാണിച്ചിട്ടുണ്ട്. ഏതാണ്? മഡഗാസ്കർ ദ്വീപ്. അപ്പം ഇന്ത്യൻ ഓഷ്യനിൽ ഉള്ളത് ദ്വീപാണ് മഡഗാസ്കർ ദ്വീപ്. ഇനി ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും നോക്കാം. 2 ശീതജല പ്രവാഹങ്ങളാണുള്ളത്, പശ്ചിമവാത പ്രവാഹവും പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവും. ഇനി ഉഷ്ണജല പ്രവാഹങ്ങളാണെങ്കിൽ 3 എണ്ണമാണുള്ളത്. അഗുൽഗാസ് പ്രവാഹമാണ് എപ്പോഴും ചോദിക്കാറുള്ളത്, ഇന്ത്യൻ ഓഷ്യനിലുള്ളത്. പിന്നെ ദക്ഷിണ മധ്യരേഖാ പ്രവാഹമുണ്ട്,
തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹവും കാണപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ബാങ്ക്സ് എന്താണ് എന്ന് നോക്കാം. ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട്ലാൻഡിൻ്റെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ന്യൂ ഫൗണ്ട്ലാൻഡ് എവിടെ കണ്ടത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കണ്ടത്. അപ്പം അവിടെയുള്ള ഉഷ്ണജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം, അതുപോലെ ശീതജല പ്രവാഹമാണ് ലാബ്രഡോർ. അപ്പോൾ ഇത് രണ്ടും, ഈ രണ്ട് ജലപ്രവാഹങ്ങളും സന്ധിക്കുന്ന സ്ഥലത്ത് മത്സ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുന്നുണ്ട്. മാത്രമല്ല ലാബ്രഡോർ പ്രവാഹം മത്സ്യാഹാരമായിട്ടുള്ള പ്രവാഹങ്ങളുടെ വളർച്ചയ്ക്ക് സഹായമായതുകൊണ്ട് ധാരാളം മത്സ്യങ്ങളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ലാബ്രഡോർ പ്രവാഹവും അതുപോലെ ഗൾഫ് സ്ട്രീം ഉഷ്ണജലപ്രവാഹവും കൂടിച്ചേരുന്ന ആ ഒരു പ്രദേശത്തെയാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. ഇതെന്താണ്? ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ്.